അന്ന് വൈകുന്നേരം യാർഡിൽ വെച്ച് മോറിസ് ഇംഗ്ലീഷുമായൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അൽക്കാട്രസിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് മോറിസ് ചോദിക്കുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്കൊക്കെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് ഇംഗ്ലീഷ് പറയുന്നു. എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു വഴി തിരയുകയാണ്. എന്നാൽ അത് വളരെ കഠിനമാണെന്നും ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്തു. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആദ്യം സെല്ലിൽ നിന്ന് പുറത്തു കടക്കണം. എന്നാൽ സെല്ലിലെ അഴികൾ ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ വാതിലിലെ കമ്പികൾക്കുള്ളിൽ ഒരു സ്റ്റീൽ ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിനുള്ളിൽ 6 ദൃഢമായ സ്റ്റീൽ ബാറുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഈ ബാറുകൾക്ക് കരുത്തേൽക്കാനായി അധികം സ്റ്റീൽ ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെൽ വാതിൽ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഐലൻഡിൽ നിന്നും പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞത് 1 മൈലെങ്കിലും ദൂരം നീന്തി കടക്കണം. ഒരു നല്ല നീന്തൽ വിദഗ്ധന് പോലും അത് സാധിക്കുകയില്ല. എന്തെന്ന് വെച്ചാൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥർ ജയിൽ അന്തേവാസികളെ എല്ലാ ദിവസവും 12 തവണ എണ്ണി തിട്ടപ്പെടുത്തും. അതിനാൽ തന്നെ ഒരു നീന്തൽ വിദഗ്ധനാണെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള സമയം ലഭിക്കില്ല. ഇതുകൊണ്ടെല്ലാം തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് അസാധ്യമാണെന്ന് ഇംഗ്ലീഷ് പറയുന്നു. പിറ്റേന്ന് ജയിലിനുള്ളിലെ കാർപ്പൻട്രി ഷോപ്പിൽ ജോലിക്കായി മോറിസിനെ നിയമിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അന്ന് വൈകുന്നേരം മോറിസിനെ ഒരു കഠാരയുമായി വുൾഫ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ജയിലിനുള്ളിൽ വെച്ച് വഴക്കുണ്ടായതിനെ തുടർന്ന് മോറിസിനെയും വുൾഫിനെയും ഡി ബ്ലോക്കിലേക്ക് മാറ്റുന്നു. അൽക്കാട്രസിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു സെല്ലായിരുന്നു ഡി ബ്ലോക്ക് സെല്ല്. ഡി ബ്ലോക്കിന്റെ 4 സൈഡും അടച്ചിരുന്നതിനാൽ അങ്ങോട്ടേക്ക് വെളിച്ചം കടക്കുകയില്ല. അതുപോലെ തന്നെ മറ്റ് ജയിൽ അന്തേവാസികളെ കാണാനാകാതെ രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാതെ വേണം കുറ്റവാളികൾ അതിൽ കഴിയാൻ. അക്ഷരാർത്ഥത്തിൽ ഇരുട്ടുമാത്രം.